Good afternoon, everyone. Good afternoon, Miss. Good afternoon, ma'am. Okay, good afternoon. ഇന്ന് കുറച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കുറച്ച് എക്സസൈസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ എന്നാ ഞാൻ കുറച്ച് ആക്റ്റീവ് വോയിസ് തരും, അത് നിങ്ങള് പാസീവ് വോയിസിലേക്ക് മാറ്റാം. നമ്മൾ ആക്റ്റീവ് വോയിസ് കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ ഇത് പറയാവോ ആരെങ്കിലും? കംപ്ലീറ്റ് ചെയ്തിരുന്നോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ആക്റ്റീവ് വോയിസിന്റെയും പാസീവ് വോയിസിന്റെയും നോട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? കംപ്ലീറ്റ് ചെയ്തിരുന്നോ? ഇല്ല, നമ്മൾ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. ഇല്ല അല്ലെ? ഓക്കെ, സോ ഒന്ന് ക്ലാസ്സിലേക്ക് പോകാം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഓക്കെ, അത് നമ്മൾ ടെൻസ് ബേസ് ചെയ്തിട്ടാണ് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, അതായത് ഓരോ ടെൻസിലും നമുക്ക് ഓരോ ആക്റ്റീവ് വോയിസ് ഒരു സെന്റൻസ് തരും, അത് ചിലപ്പോൾ ആക്റ്റീവ് വോയിസ് ആയിരിക്കും, അതിൽ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഓക്കെ, ടെൻസ് ആണ് ഇമ്പോർട്ടന്റ് ഇതില്. ടെൻസും പിന്നെ V3 ഫോം വൊക്കാബുലറി അല്ല വേർബിന്റെയും അറിഞ്ഞിരുന്നാല് നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സിമ്പിൾ ആണ്. അപ്പോ ഇതിൽ അറിയേണ്ടത് ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, അതുപോലെ തന്നെ V1, V2, V3 ഫോം ഇത് മൂന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ടെൻസ് അറിയോ അല്ലെങ്കിൽ V3 ഫോം ഒക്കെ അറിയോ ഇല്ലയോ എന്ന് നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ഐ എന്ന് പറയുന്നത് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ മീ ആയിട്ട് മാറും. വി, അസ്, യു തന്നെയാണ്. ഹി, ഹിം, ഷി, ഹർ, ദേ, ദം, ഇറ്റ് തന്നെയാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഒരു സബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ചേഞ്ച് വരാം. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഒരു ടെൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് നമ്മള് മനസ്സിലാക്കി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലോ ഒരു ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറാൻ നോക്കാം. സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ട്രക്ചർ പഠിച്ചു വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്, പാസീവ് വോയിസിലേക്ക് മാറ്റാൻ സിമ്പിൾ ആണ്. ഓക്കെ, പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സ്ട്രക്ചർ ആണത്. ഓക്കെ, ഇപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസ് സിമ്പിൾ പ്രസന്റിലെ ആക്റ്റീവ് വോയിസ് ആണ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. ഓക്കെ, അതെങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റാം? ഫസ്റ്റ് ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന സെന്റൻസിൽ ഫസ്റ്റ് ഏതാണ്? ഒബ്ജക്റ്റ് ആണ് എഴുതുന്നത് അല്ലെ? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറീസ് ഈസ്, ഓർ, ആം, ഓർ, ആർ അല്ലെ? അതാണ് ഓക്സിലറീസ്. പ്രസന്റ് ടെൻസിൽ ഓക്സിലറീസ് ഈസ്, ആം, ആർ ആണ്. സോ ഒബ്ജക്റ്റിന് ശേഷം നമ്മൾ ഓക്സിലറീസ് ആണ് എഴുതേണ്ടത്. ദെൻ V3 ഫോം, ദെൻ ബൈ, ദെൻ സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോ അതില് ഒബ്ജക്റ്റ് ഏതാണ്? ക്രിക്കറ്റ് ആണ്. ഓക്കെ, ക്രിക്കറ്റ്. അപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോ ക്രിക്കറ്റ് എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഏത് ക്രിക്കറ്റ് സിംഗുലർ ആണ്. സോ നമുക്ക് വി ക്യാൻ യൂസ് ഈസ് അല്ലെ? ഈസ് ഓക്സിലറീസ് ആണ് അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്രിക്കറ്റ് ഈസ്, ദെൻ വെർബ് എന്താണ്? പ്ലേ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ടത് V3 ഫോം ആണ് അല്ലെ? അപ്പൊ പ്ലേയുടെ V3 ഫോം ഏതാണ്? പ്ലേഡ് ആണ്. സോ പ്ലേഡ്, ദെൻ ബൈ വേണം. സബ്ജക്ട് ഹി എന്ന് പറയുന്ന സബ്ജക്ട് പാസീവ് വോയിസിലൊക്കെ മാറുമ്പോ ഹിം ആയിട്ട് മാറും. അപ്പൊ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഐ സർവ് മൈ പാരന്റ്സ്. ഐ സർവ് മൈ പാരന്റ്സ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് വരുമ്പോ അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് മൈ പാരന്റ്സ് ആണ്. മൈ പാരന്റ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലെ? അപ്പൊ നമ്മളോട് ഈ സ്ഥലം യൂസ് ചെയ്യുന്നത് എന്താണ്? ആർ ആണ് യൂസ് ചെയ്യുന്നത്.
My parents are served in a V3 form. Served by I എന്ന് പറയുന്നത് me ആകും. My parents are served by me എന്നാണ് വരുന്നത്. ഓക്കെ, സിമ്പിൾ പ്രസന്റില് എങ്ങനെയാണ് ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ് പാസീവ് വോയിസിലൊക്കെ മാറ്റുക എന്നുള്ളത് ക്ലിയർ ആയോ? എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇപ്പൊ മനസ്സിലാക്കി കേട്ടിരിക്കാം. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്കറിയാം ing ഫോം ഉണ്ട് അല്ലെ. ing ഫോം ഉള്ളതുകൊണ്ട് നമ്മളെന്താ ബീയിങ് ആണ് വരാം അല്ലെ. സെയിം സ്ട്രക്ചർ സെയിം ആണ്. ഒബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് അതിനുശേഷം ബീയിങ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ സബ്ജക്ട് പ്ലസ് ഓക്സിലറീസ് പ്ലസ് ബി ബീയിങ് ആഡ് ചെയ്തിട്ട് then V3 form. ഇത് സെയിം ആണ്. V3 form by subject. We are singing a song. ഇവിടെ a song ആണ് സബ്ജക്ട്, ഒബ്ജക്റ്റ് ആയിട്ട് വരാം. We are singing a song. A song ആണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ അവിടെ ഒബ്ജക്റ്റ് ഫസ്റ്റ് ചെയ്താ a song എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണ്. സോ അവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഈസ് ആണ്. A song is then ing ഉണ്ട് അല്ലെ. സിംഗിങ്ങിന്റെ കൂടെ ing ഉള്ളത് കൊണ്ട് being ആഡ് ചെയ്യണം. A song is being സിംഗിന്റെ V3 form sung. A song is being sung by be എന്താകും? us ആയി മാറും. A song is being sung by us എന്നാണ് വരുന്നത്. നെക്സ്റ്റ് he is writing a letter. He is writing a letter എന്ന് പറയുമ്പോൾ a letter ആണ് അവിടെ ഒബ്ജക്റ്റ്. A letter എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മളവിടെ ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. റൈറ്റിംഗിന്റെ കൂടെ ബീയിങ് ing ഉള്ളതുകൊണ്ട് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നു. then റൈറ്റിംഗിന്റെ V3 form written. പിന്നെന്താ ബൈ സബ്ജക്റ്റ് അല്ലെ. ബൈ he ആയതുകൊണ്ട് അവിടെ him ആണ് വരുന്നത്. A letter is being written by him എന്നാണ് വരുന്നത്. Present continuous tense. Next present perfect ആണ്. Present perfect ല് നമുക്കറിയാം has or have ഉണ്ടാകും അല്ലെ. Present perfect ല് has or have ഉണ്ടാകും. then perfect നമുക്ക് present ആണെങ്കിലും past ആണെങ്കിലും future ആണെങ്കിലും perfect ഉണ്ട് അല്ലെ. Present perfect, past perfect, future perfect അല്ലെ. ഇങ്ങനെ 3 perfect ഉണ്ട്. Perfect ല് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഏത് പെർഫെക്റ്റ് ആയിക്കോട്ടെ, ഏത് ടെൻസിലേക്കും ഏത് പെർഫെക്റ്റ് ആയിക്കോട്ടെ, പെർഫെക്റ്റ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബീൻ ഉണ്ടാകും. ബി ഓക്കെ. അതുപോലെ കണ്ടിന്യൂസ് ഫോം. കണ്ടിന്യൂസും പ്രസന്റും പാസ്റ്റിലും എന്തായാലും കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ഏത് ടെൻസ് ആണെങ്കിലും കണ്ടിന്യൂസ് എന്ന് കേട്ടാല് അവിടെ ബീൻ ചേർക്കണം. എന്നിട്ട് വേണം ടെൻസിനനുസരിച്ചിട്ട് ഓക്സിലറി മാറ്റാൻ. ഓക്കെ. സോ ഏത് ടെൻസ് വന്നാലും ബി എന്താണ് സെയിം ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് പെർഫെക്റ്റിലും ഏത് ടെൻസ് വന്നാലും ബീൻ ഉണ്ടാകും, അത് സെയിം ആയിരിക്കും. അവിടെ വ്യത്യാസം വരുന്നത് ടെൻസിനെ ബേസ് ചെയ്ത് വ്യത്യാസം വരുന്നത് ഓക്സിലറീസ് ആണ്. ഓക്കെ. പ്രസന്റും പാസ്റ്റും കണ്ടിന്യൂസ് വരുമ്പോ പ്രസന്റ് ഈസ് ആൻഡ് ആർ ആണെങ്കിൽ പാസ്റ്റില് വാസ് വെയർ ആണ്. പക്ഷെ ബീങ് എന്തായാലും ഉണ്ടാകും. ബാക്കി എല്ലാം സെയിം ആയിരിക്കുള്ളൂ സ്ട്രക്ചർ. അതുപോലെ തന്നെയാണ് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഓർ ഹാവ് ചേഞ്ച് വരും. ബീൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ യു ഹാവ് സ്റ്റോളൻ മൈ പെൻ. ഇവിടെ മൈ പെൻ ആണ് ഒബ്ജക്റ്റ്. മൈ പെൻ. മൈ പെൻ എന്ന് പറഞ്ഞത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഹാസ് ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ മൈ പെൻ എന്ന് പറഞ്ഞത് സിംഗുലർ ആണ്. സോ ഹാസ് ആണ് വരാം. മൈ പെൻ ഹാസ് ബീൻ സ്റ്റോളൻ. ഓൾറെഡി നമുക്ക് അറിയാം ഹാവിനും ഹാവിനൊക്കെ ശേഷം നമ്മൾ V3 form ആയിരിക്കും എഴുതുക. അപ്പൊ അത് അങ്ങനെ തന്നെ താഴെ ചെയ്ത അല്ലെ. അപ്പൊ മൈ പെൻ ഹാസ് ബീൻ സ്റ്റോളൻ ബൈ യു. യു തന്നെയാണ്. നെക്സ്റ്റ് ഷി ഹാസ് ഫോർഗോട്ടൻ ഹിം. ഷി ഹാസ് ഫോർഗോട്ടൻ ഹിം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിം ആണ് ഒബ്ജക്റ്റ്. ഹിം ഇങ്ങോട്ട് വരുമ്പോ എന്താണ് ഹി ആയിട്ട് മാറും അല്ലെ. അപ്പോ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഹി ഹാസ് വരും. then ബീൻ ഓൾറെഡി ബീൻ ഉണ്ടാവും അല്ലെ. ഹി ഹാസ് ബീൻ ഫോർഗോട്ടൻ തന്നെയാണ് V3 form. ഫോർഗോട്ടൻ ബൈ ഷി എന്താകും ഹർ ആയിട്ട് മാറും. ഷി ഹാസ് ബീൻ ഫോർഗോട്ടൻ ബൈ ഹർ. നെക്സ്റ്റ് ഷി ഹാസ് ഈറ്റൺ മാംഗോസ്. Mangoes have been eaten by her. Mangoes have been eaten by her ആണ്. ഓക്കെ. മാംഗോസ് ആണ് ഇവിടെ ഒബ്ജക്റ്റ്. മാംഗോസ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്തു. ബീൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് ബീൻ ഉണ്ട് അല്ലെ. അപ്പൊ മാംഗോസ് ഹാവ് ബീൻ ഈറ്റൺ ബൈ ഷി എന്ന് പറഞ്ഞ ഹർ. മാംഗോസ് ഹാവ് ബീൻ ഈറ്റൺ ബൈ ഹർ എന്നാ പറയാം. ഇതുപോലെ തന്നെയാണ് പാസ്റ്റിൽ വരാം. സെയിം ആണ്. പ്രസന്റിൽ നമ്മൾ വാസ് വെയർ യൂസ് ചെയ്തു.
പ്രസന്റ് നമ്മൾ ഈസ് മാനർ യൂസ് ചെയ്തു. പാസ്റ്റ് വരുമ്പോൾ അത് വാസ് വെയർ ആകുന്നു. കണ്ടിന്യൂസ് വരുമ്പോൾ അത് വാസ് വെയർ ആകുന്നു, കൂടെ ബീയിങ് വരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ ഹാസ് ഓർ ഹാവ് ആയിരുന്നു. പ്രസന്റില് പാസ്റ്റ് വരുമ്പോൾ ഹാഡ് വരുന്നു, കൂടെ ബീൻ വരുന്നു. ഇവിടെ ചേഞ്ച് വരുന്നത് ഓക്സിലറീസിന് മാത്രമാണ് ചേഞ്ച് വരാം. ബാക്കി എല്ലാ സ്ട്രക്ചറും എല്ലാ ടെൻസിലും സെയിം ആണ്. മനസ്സിലായോ? സിമ്പിൾ പാസ്റ്റ് the boy ate the mangoes. ഇവിടെയും മാംഗോസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. സോ the മാംഗോസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, പാസ്റ്റിലെ പ്ലൂറൽ ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആർ അല്ല, വെയർ ആണ്. The mangoes were ന്റെ with form eaten by the boy. Next, I didn't tell them. I did not പറയാം, didn't പറയാം. I didn't tell them. them ആണ് ഒബ്ജക്റ്റ്. them they ആയിട്ട് മാറുന്നു. they എന്ന് പറഞ്ഞ പ്ലൂറൽ ആയതുകൊണ്ട് where യൂസ് ചെയ്യുന്നു. then not tellന്റെ told by I me ആയിട്ട് മാറും. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിലോ ഇത് തന്നെയാണ്, സെയിം ആണ്. കണ്ടിന്യൂസ് ബീയിങ് ഉണ്ട്, മാറുന്നത് വാസ് വെയർ ആണ്. they were making a noise. a noise was. a noise സിംഗുലർ ആയതുകൊണ്ട് വാസ്. ing ഫോം ഉണ്ട്, ബീയിങ് ഉണ്ട്. മേക്കിന്റെ three made. by they and them. a noise was being made by them. he was killing a snake. a snake singular ആണ്. a snake was being killed by him. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് he had ആണ് ഇവിടെ വരാം. had ആണ്. ഓക്കെ, പാസ്റ്റിൽ had ആണ്, അറിയാലോ എല്ലാവർക്കും. he had lost the pen. the pen had been കണ്ടോ, been ഉണ്ടാവും. പെർഫെക്റ്റിൽ എന്തായാലും been ഉണ്ടാവും. മാറുന്നത് have ഓ has ഓ had ഓ ഒക്കെ ആയിരിക്കും. ഇത്രയുള്ള ചേഞ്ച് വരാം. അത് നിങ്ങൾ ടെൻസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് അവിടെ ഏതാണ് ഹാഡ് ആണ് വരാ, ഹാസ് ആണ് വരാ, നിങ്ങൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഹാഡ് ആണ്. the pen had been lost by him ആണ്. പിന്നെ ഇവിടെ കോമ ഇട്ട് വരുന്നതാണെങ്കിൽ കോമ ഇട്ട് വരുന്ന അങ്ങനെ തന്നെ നമുക്ക് പാസീവ്സിലൊക്കെ എഴുതാം. അത് യാതൊരു ചേഞ്ച് വരില്ല. by 18 he had taken the degree എന്ന് പറയുമ്പോൾ by 18 അങ്ങനെ തന്നെ എഴുതാം. then ചേഞ്ച് വരുന്നത് കോമയ്ക്ക് ശേഷമാണ്. ഇവിടെ ഒബ്ജക്റ്റ് വരാം, the degree ആണ്. the degree had been taken by him. അപ്പോ പ്രസന്റ് ആൻഡ് പാസ്റ്റ് ക്ലിയർ ആണോ? കുറച്ചെങ്കിലും ക്ലിയർ ആയോ? കുറച്ചെങ്കിലും ക്ലിയർ ആയോ? പ്രസന്റ് ആൻഡ് പാസ്റ്റ് പറയൂ. യെസ്, ഒന്ന് റെസ്പോണ്ട് ചെയ്യില്ല. നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ജസ്റ്റ് ഒരു കമന്റ് മാത്രം മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ്, എന്തെങ്കിലും ഒരു റിപ്ലൈ മസ്റ്റ് ആണ് ചെയ്യണം. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെയല്ല, അത് മസ്റ്റ് ആണ്, ചെയ്തിരിക്കണം. മനസ്സിലായോ എന്ന് ചോദിച്ചാല് അതിന് റിപ്ലൈ എന്തായാലും വേണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ റിപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമുക്കറിയാം വിൽ ആണ് അല്ലെ, വിൽ ഓർ ഷാൽ. We can use anything or will or shall. Okay, ഇവിടെ he will fly a kite. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറിൽ വരാം ബി ആണ്, കൂടെ ബി വരണം. he will fly a kite എന്ന് പറയുമ്പോ a kite will be, ബി ആണ് വരുന്നത്. വേറെ ഒന്നും വ്യത്യാസമല്ല, ജസ്റ്റ് ആഡിങ് മാത്രം ബി ഒന്ന് ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ സെയിം ആണ് വിത്ത് ഫോം ബൈ him, അത്രേ ഉള്ളൂ. a kite will be flown by him. ഫ്ലൈയുടെ വിത്ത് ഫോം ആണ് flown. I shall beat him. ഇവിടെ him ആണ്, അപ്പോ he ആയിട്ട് വരും. he will be beaten by me. ഷാലോ വില്ലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ, മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റില് will have been ആണ് വരുന്നത്. ഓക്കെ, will have been. മോഹൻ will have helped me by evening. ഇവിടെ helped me ആണ്, me ആണ് ഇവിടെ ഒബ്ജക്റ്റ്. അപ്പൊ I വരുന്നു. I will have, ഷാലോ വില്ലോ എന്ത് വേണമെങ്കിലും എഴുതാട്ടോ, മിസ്റ്റേക്ക് അല്ല. I shall have been helped by evening by മോഹൻ എന്ന് വരും.
You will have spent all the money. All the money will have been spent by you. എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് people speak English all over the world എന്ന് പറയുന്നത് അത് വിട്ടേക്കിട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ, എക്സാമ്പിൾ മിസ്റ്റേക്ക് ഉണ്ട്. സോ leave it. അപ്പൊ ഇതൊക്കെയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് തന്നാല് ആൻസർ ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, take your notebook and write down what I'm saying. He is cooking dinner. He is cooking dinner. He is cooking dinner. Change it to an passive voice. Okay? Passive voice ലേക്ക് മാറ്റിയതിനു ശേഷം എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ആൻസർ ടെക്സ്റ്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ, മിസ്സേ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാമോ? ഹി ഈസ് വർക്കിംഗ്. he is cooking dinner. ആഹാ. Okay, he is cooking dinner. First, identify which tense is used there. Okay, he is cooking dinner. ഏത് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാം. Then can change it to a passive voice. എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്യണം. തെറ്റിയാലും കുഴപ്പമില്ല, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം. ക്ലാസ്സിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ടെക്സ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, he is cooking dinner ആണ് ആക്റ്റീവ് വോയിസ്, അതിനെ പാസീവ് വോയിസിലൊക്കെ മാറ്റാം. ഓക്കെ, എനിക്കൊരു ഡൗട്ട് ചോദിക്കാവോ? ചോദിച്ചോളൂ റിയ. ആയിക്കോട്ടെ. അതായത് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ബീയിങ് ഉപയോഗിച്ചു, പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ ബീനും ഉപയോഗിച്ചു, ബീയിങ്ങും ബീനും രണ്ടെണ്ണത്തിന് രണ്ടേ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ബീയിങ്ങും ബീനും ഇല്ലാതെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്നാ എങ്ങനെ അറിയുന്നത് എവിടെയൊക്കെ ബീയിങ്ങും ബീനും ചേർക്കണ്ടേന്ന്? ഓക്കെ, റിയ മ്യൂട്ട് ചെയ്യൂ, ഞാൻ പറയാം. ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും ആദ്യം തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ബീങ് യൂസ് ചെയ്യാം. ഇനി പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ബീൻ യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഇല്ലാത്ത ടെൻസ് വരുന്നുണ്ട്. ഏതാണ്? സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും. അവിടെ രണ്ടും നമ്മൾ ഒന്നും യൂസ് ചെയ്യില്ല, ബീങ്ങും ഇല്ല ബീനും ഇല്ല. അവിടെ വേണ്ടത് ഓക്സിലറീസ് മാത്രമാണ്. ഓക്കെ, ഓക്സിലറി മാത്രമേ ചേഞ്ച് ചെയ്യാവുന്നുള്ളൂ. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഓക്കെ, ഷാനി ആൻഡ് ആൻജു ഇവര് മാത്രം ആൻസർ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരെന്തൊന്നും പറയാത്തെ? പറയാൻ പറഞ്ഞില്ലല്ലോ, ടെക്സ്റ്റ് ചെയ്യാനല്ലോ ഞാൻ പറഞ്ഞു. ഓക്കെ, നവ്യ, ഔസേഫ് ആന്റണി, റിയ, അനഘ, സിന്ധു, സ്മിത, ഷഫ്നാസ്, പാർവതി, അമിന, അഫ്സി. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം, അല്ലാതെ പറയുന്നത് അനുസരിക്കാതിരിക്കരുത്. ഓക്കെ, മിസ്സേ ഞാനിപ്പോ ജോയിൻ ആയത്, എനിക്ക് ഒന്നും അറിയില്ല മിസ്സേ, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഞാൻ കേട്ടോളാം മിസ്സേ. ഓക്കെ, പറയാം. എന്താണ് നവ്യ എന്താ പറഞ്ഞേ? മാം എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയോ?
മനസ്സിലായില്ല? ഓക്കെ. ഞാൻ പറഞ്ഞു ഡിന്നർ ഹാസ് ബീൻ കുക്ക്ഡ്. എന്തോ പ്രിയ? ഡിന്നർ ഹാസ് ബീൻ കുക്ക്ഡ് ബൈ ഹിം. തെറ്റാണ് പ്രിയ. പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോ ഞാൻ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സിന്ധു, നവ്യ, മനസ്സിലായില്ലവര് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോ ഞാൻ പറഞ്ഞ സെന്റൻസ് ഹീസ് കുക്കിംഗ് ഡിന്നർ, അതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഹീസ് കുക്കിംഗ് ഡിന്നർ എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണെന്ന് പറഞ്ഞ എല്ലാവരും? ഹീസ് കുക്കിംഗ് കുക്കിംഗ് കണ്ടിന്യൂസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, സോ ഞാൻ പറയുന്ന പോലെ നോട്ട്ബുക്കിൽ എഴുതാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോ ഹീസ് കുക്കിംഗ് ഡിന്നർ എന്ന് പറയുന്ന സെന്റൻസിൽ ഒബ്ജക്റ്റ് ആദ്യം എഴുതാം. ഒബ്ജക്റ്റ് എഴുതുക എല്ലാവരും. ഏതാണ് ഒബ്ജക്റ്റ് അത് എഴുതാം. ഓക്കെ, ഒബ്ജക്റ്റ് എഴുതി. പിന്നെ ഞാൻ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അപ്പൊ പ്രസന്റ് ആണ് അല്ലെ. ഇനി എഴുതിയ ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. മനസ്സിലായി കാണാലോ? പ്ലൂറൽ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓക്സിലറി എഴുതാം, സിംഗുലർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓക്സിലറി എഴുതാം. അപ്പോ അടുത്തത് ഓക്സിലറി എഴുതാം. ഒബ്ജക്റ്റിന് ശേഷം ഓക്സിലറി, ഏത് ഓക്സിലറി ആണ് എഴുതുന്നത് അത് എഴുതാം. ഓക്കെ, എഴുതി. നെക്സ്റ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞു. കുക്കിംഗ് കണ്ടിന്യൂസ് ഉണ്ട്, ഒരു ING ഫോം ഉണ്ട് അല്ലെ. ING ഫോം കണ്ടാല് അത് ഏത് ടെൻസ് ആയിക്കോട്ടെ, ING ഫോം കണ്ടാല് ബീയിങ് വേണം. BEING, ബി. ഒബ്ജക്റ്റ് എഴുതാം, അതിനുശേഷം ഓക്സിലറി എഴുതാം, അതിനുശേഷം ബീയിങ് എഴുതാം. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ വെർബ് ഉണ്ട്. ഹീസ് കുക്കിംഗ് ഡിന്നർ എന്ന് പറയുന്നതിൽ ഒരു വെർബ് ഉണ്ട് അല്ലെ. ആ വെർബിന്റെ V3 ഫോം ഉണ്ട്. എഴുതി V3 ഫോം എഴുതി. V3 ഫോം എഴുതി. അതിനുശേഷം ഒരു ബൈ ഇടാം. ബൈ ആരാണ് ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ. ബൈക്ക് ശേഷം എന്താ, ആരാണ് അവിടെ കുക്ക് ചെയ്യുന്നത്? അത് പാസീവ് വോയിസിലേക്ക് വരുമ്പോ ഏതായിട്ടാ വരാം? അത് ആഡ് ചെയ്യാം. ഹി ആണ് അല്ലെ. ഹി പാസീവ് വോയിസിലേക്ക് വരുമ്പോ എന്തായിട്ട് മാറും? ബൈ, അത് എഴുതാം. ഓക്കെ, ഒരു എന്തെങ്കിലും തെറ്റാണെങ്കിലും ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലെ. ആ ആൻസർ എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. ഒബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി എഴുതാം, അതിനുശേഷം ബീയിങ് എഴുതാം, അതിനുശേഷം വെർബിന്റെ V3 ഫോം എഴുതാം, ബൈ എഴുതാം, ദെൻ സബ്ജക്റ്റ് എഴുതാം. ഏതാണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് ഓക്സിലറിയിലേക്ക് വരുമ്പോ എന്തായാലും മാറും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എന്താണ് എഴുതിയത് അത് ടെക്സ്റ്റ് ചെയ്യാം. പറയൂ റിയ. ഡിന്നർ ഹാസ് ബീൻ കുക്ക്ഡ് ബൈ ഹിം. ഓക്കെ, അവിടെ ഹാസ് എങ്ങനെയാ വന്നറിയാ? ഹാസ് ആണ് അവിടെ വരുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാ ഹാസ് വരാം? ഈസ് അല്ലേ വരാം. ഈസ് ആണ് വരാം. ഇപ്പോ ഞാൻ പറഞ്ഞതില് ആൻസർ ആരെങ്കിലും എഴുതിയോ? ആൻസർ എഴുതിയവരോ ഒന്ന് ടെക്സ്റ്റ് ചെയ്തേക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചോദിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാം. Dinner is being cooked by him. Okay. സിന്ധു എഴുതിയോ? സിന്ധു
ഇല്ല മിസ് എഴുതിയില്ല. നവ്യ ഓക്കെ, ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും? കുറച്ചു നേരം സംസാരിക്കാൻ പറ്റുമോ? കംഫർട്ടബിൾ ആണോ എല്ലാവരും? ഒന്ന് സംസാരിക്കാൻ, ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആണോ? ആണോ? എന്റെ കാര്യത്തില് മോള് കുറച്ച് വാശിയിലാണ്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അറിയാം, അതേ പറഞ്ഞു. ഷാനി, ജെയിൻ, നവ്യ, സിന്ധു, ഔസേഫ് ആന്റണി, കുറച്ച് പേരുടെയൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് സംസാരിക്കാൻ പറ്റൂ ഇല്ലയോ എന്ന്. Dinner is cooked by him. ഓക്കെ, ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടോ? ടീച്ചറെ മിസ് ആൻസർ ആണോ? ഞാൻ ടൈപ്പ് ചെയ്ത് വിട്ടു. ഷാനി type ചെയ്തു. ഡിന്നർ സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഉവ്വ. അല്ല, ഞാൻ ആർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്? ഞങ്ങൾക്ക് മിസ് അല്ല, മിസ്സേ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാനിപ്പോ വന്ന് കേറിയുള്ളൂ. നമുക്കിവിടെ ഗസ്റ്റ് വന്നായിരുന്നു, അതാ ഞാൻ പോയത്. ഞാൻ കണ്ടു വേണം നിങ്ങൾ പോകുന്നത് വരുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആർക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് പറയും. എനിക്ക് തന്നെ സംശയമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എടുക്കുന്നത് അല്ലേ? യെസ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് റിപ്ലൈ തന്നൂടാ? ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു വ്യക്തിയല്ലേ? നിങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ പോലെ മനസ്സിലാവുന്നില്ലെങ്കിലും മനസ്സിലായില്ല എന്ന് പറയുന്നു. അല്ലാതെ അവിടെ മിണ്ടാതിരുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? ഒന്നാമത് ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, ഇത് കുറെ ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ? എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങളവിടെ ഉണ്ട് എന്നുള്ള ധാരണയിലാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ റിപ്ലൈ ചോദിക്കുന്നുള്ളൂ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇതിന് ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് പറയൂ. നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരുപാട് റെഫർ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഈ നോട്ട്സ് എല്ലാം ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഏത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ എക്സാമ്പിൾസ് വരെയും പറയുന്നത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏത് ടീച്ചേഴ്സിന്റെയും കുറച്ചെങ്കിലും അവര് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ക്ലാസ്സും വന്നെടുക്കുന്നത്. പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്കൊന്ന് റിപ്ലൈ തരാം, ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാല് വീണ്ടും അത് പറയാൻ ഞാൻ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അതിലെനിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രം മതി. അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ഫോണിൽ ജസ്റ്റ് ടച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തിനാ ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. ഞാൻ ഇവിടുന്ന് പറയുന്നത് എന്തോ എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അറിയൂ. ക്ലാസ് എടുക്കുമ്പോഴേ അതിന് ബുദ്ധിമുട്ട് അറിയൂ. ഓക്കെ, എത്രയോ പേര് ക്ലാസ്സിൽ മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ആൻസർ ഒന്ന് പറയും എന്ന് പറഞ്ഞാൽ പോലും 2 പേരോ 1 or 2 പേര് മാത്രമാണ് റിപ്ലൈ ചെയ്യുന്നത്. ബാക്കി ആരും മിണ്ടുന്നില്ല. ക്ലാസ്സിൽ അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നില്ലെങ്കിൽ എന്തിനാ? എന്താ പറയാ, കുറച്ചെങ്കിലും റിയലൈസ് ചെയ്യും, സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാവും. റെസ്പോണ്ട് ചെയ്യാൻ ആദ്യമൊക്കെ ഞാൻ മര്യാദക്ക് പറഞ്ഞിരുന്നു, റെസ്പോണ്ട് ചെയ്യും, ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും. ഓക്കെ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. എത്രയോ മാസങ്ങളായിപ്പോ നമ്മൾ ക്ലാസ്സിൽ പോകും അല്ലെ? ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആരും അതിന് റെഡിയായി. ക്ലാസ്സിൽ എല്ലാവരും വുമൺസ് ആണ് ഉള്ളത്. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്.
ഒരു വ്യത്യാസവും നമ്മൾ തമ്മിൽ ഇല്ല. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ പറയാം. അഞ്ചു പറഞ്ഞു, കൊച്ചിനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് പറഞ്ഞു. അഞ്ചുവിന്റെ സിറ്റുവേഷൻ പറഞ്ഞു. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാനും ഒരു ഹൗസ് വൈഫ് ആണ്, ഞാനൊരു മദറാണ്. ഓക്കെ, എനിക്കും നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പറയണം, പറയാതെ എനിക്ക് സിക്സ്ത് സെൻസ് ഒന്നുമില്ല മനസ്സിലാക്കിയെടുക്കാൻ. അതുകൊണ്ടാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറയുന്നത്. ഓക്കെ മിസ്സേ, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആദ്യമേ തന്നെ എനിക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. ഞാൻ കുറെ പഠിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആക്റ്റീവ് വോയിസ്, ഇപ്പൊ എക്സാമ്പിൾ പറയുക, ഐ സെർവ് മൈ പേരൻസ്, അതായത് ഞാൻ എന്റെ പേരൻസിന് വിളമ്പി കൊടുത്തു അല്ലേ? അപ്പൊ ഇനി നമ്മളത് പാസീവ് വോയിസ് ആക്കുമ്പോ മൈ പേരൻസ് ആർ സെർവ്ഡ് ബൈ മീ. അപ്പൊ അതെങ്ങനെ മലയാളത്തിലേക്ക് അതാക്കും? അത് മലയാളത്തിൽ അതെങ്ങനെ പറയും? നമുക്ക് മലയാളം, ഇവിടെ നമ്മൾ മലയാളം അല്ല നോക്കുന്നത്. മലയാളം മീനിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ല അവിടെ. കാരണം മലയാളം മീനിങ് നോക്കിക്കഴിഞ്ഞാൽ തെറ്റായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ഇവിടെ നമ്മൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും മെയിൻ ആയിട്ട് ചെയ്യുന്നത്, ചിലത് നമുക്കിത് PSC എക്സാമിന് ചോദിക്കാറുണ്ട്. അന്നേരം പഠിക്കാൻ ഒരു എളുപ്പമാർഗം ഉണ്ട് മിസ്സേ. അപ്പൊ അത് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. അത് എക്സാം വൈസ് ആണ്, മെയിൻ ആയിട്ട് എക്സാം വൈസിലാണ് ചോദിക്കാറ്. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിൽ ഇത് കൊണ്ടുവരാൻ കാരണം, എക്സാം ഇല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ എക്സാമിന് ഇംഗ്ലീഷിലാത്തോണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് കുറച്ചുപേരെങ്കിലും ചിന്തിക്കും. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ കാരണം, നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ടെൻസ് അറിഞ്ഞിരിക്കണം. ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിനെ മാറ്റണമെങ്കിൽ ആ വ്യക്തിക്ക് ടെൻസ് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ടെൻസ് അറിയണം, വേർബിന്റെ ആ ഫോംസ് ഒന്ന് അറിയണം. ഇത് രണ്ടും അറിഞ്ഞാൽ തന്നെ ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് മാറ്റാൻ സിമ്പിൾ ആണ്. ഓക്കെ, ടെൻസ്, ഓക്സിലറീസ്, വേർബിന്റെ 3 ഫോംസ്, ഇത് 3 അറിഞ്ഞാല് സിമ്പിൾ ആണ് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ. അത് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാസീവ് വോയിസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വെച്ചത്. ഓക്കെ, കുറച്ച് പറഞ്ഞിങ്ങനെ കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പൊ ടെൻസ് അറിയാത്തവരുണ്ട്, മനസ്സിലായി. നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചതാണ്, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാണ്. അത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത്രയും നോളജ്, ടെൻസിനെ കുറിച്ച് അത്രയും അറിവുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ സ്വയം വാല്യുവേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ പാസീവ് വോയിസ് വന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ഡയറക്റ്റ് ആൻഡ് റിപ്പോർട്ട് സ്പീച്ചും ഒന്ന് നോക്കിയാൽ കറക്റ്റ് ആണ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് എന്തായാലും വരും, ഡൗട്ടിൽ അത് ആരും ഉണ്ടാവില്ല. അതിന് നന്നായിട്ട് അറിയാം. ഇംഗ്ലീഷാണ് ഇപ്പൊ പാസീവ് വോയിസ് എന്നൊക്കെ പറഞ്ഞാല് അറിയാത്തവരാണ് മിക്കവരും. അപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരാം. കാരണം ഡൗട്ട് ഉണ്ട്, എന്നിട്ട് അത് ചോദിക്കുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരാം. ദേഷ്യമല്ല, അങ്ങനെ എനിക്ക് ദേഷ്യം എന്നല്ല ഞാൻ പറയാം. എന്റെ അവസ്ഥ വളരെ എന്താണ്, ഞാൻ ഇത്രയും എടുത്തിട്ട് എനിക്ക് തോന്നുന്ന ആളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. ഞാൻ ആർക്കോ വേണ്ടി ക്ലാസ് എടുക്കും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ടാകാം, പക്ഷേ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അല്ല, ലൈവ് ക്ലാസ്സിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ റെക്കോർഡ് ക്ലാസ് കിട്ടണമെന്നില്ല. കാരണം ഇംഗ്ലീഷാണ്. നമ്മൾ അത്രയും ഡൗട്ട് ചോദിക്കും തോറും റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും ആ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ക്ലിയർ ആകും. മനസ്സിലായോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദിക്കൂ, എന്തുണ്ടെങ്കിലും ചോദിക്കൂ, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, മനസ്സിലായാലോ? ഞാൻ പറഞ്ഞത് കേട്ടോ ആരെങ്കിലും ഒക്കെ? മിസ്സേ, ഞാൻ മിസ്സിന്റെ എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ആ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടാണ് പഠിക്കുന്നത്. എനിക്കിനി 2 വീഡിയോയും കൂടി ഉണ്ട്. പിന്നെ ഇതിന്റെ കുറച്ച് കട്ടായി, അപ്പൊ ഇനി ഇതും കാണണം. റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ വിനിഷ ഡൗട്ട് വരും, അത് ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരാം. ഞാന് ഇപ്പൊ ഷാലാണ് ഇനി എനിക്ക് അടുത്തത്. ഷാല് മിസ് പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അവിടെ അതിന്റെ വീഡിയോസ് തൊട്ട് ഇനി കാണണം. ഓക്കെ, അങ്ങനെ ഡൗട്ട് നോട്ട് ചെയ്ത് വെക്കൂ. ക്ലാസ് കഴിയുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ്സ് അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ.
ഓക്കെ മിസ്സേ. അപ്പോ ഇതെന്താണ് എന്റെ ഡൗട്ട്? പറയൂ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഹീസ് കുക്കിംഗ് ഡിന്നർ എന്ന് പറയുന്ന ആൻസർ ഡിന്നർ ഈസ് കുക്ക്ഡ്, ഡിന്നർ ഈസ് ബീങ് കുക്ക്ഡ് ബൈ ഹിം എന്നാണ് ആൻസർ. ഡിന്നർ ഈസ് ബീങ് കുക്ക്ഡ് ബൈ ഹിം. ഓക്കെ, അടുത്തത് എഴുതാം. He opens the door. Being എങ്ങനെ വരുന്നു? being എങ്ങനെ വരുന്നു? ing ഫോം ഉണ്ടെങ്കിൽ അവിടെ being ഉണ്ടാവും. കുക്കിംഗ്, കുക്കിംഗിന് ing മാറ്റണം അല്ലെ? ing പകരമാണ് being വന്നിരിക്കുന്നത്. Then കുക്കിന്റെ V3 ഫോം കുക്ക്ഡ്. അപ്പോ ഹീസ് കുക്കിംഗ് ഡിന്നർ എന്ന് പറയുമ്പോ അതിലെ ഒബ്ജക്റ്റ് ഡിന്നർ ആണ്. ഡിന്നർ ഫസ്റ്റ് എഴുതാം, അതിനുശേഷം ഡിന്നർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. ഡിന്നർ എന്ന് പറയുന്ന വേർഡ് സിംഗുലർ ആണ്. സോ വി ക്യാൻ യൂസ് ഈസ്. പ്രസന്റ് ആയതുകൊണ്ട് നമുക്ക് ഈസ് യൂസ് ചെയ്യാം. ഈസ്. ദെൻ കുക്കിംഗ് ing ഉണ്ട്, ബീങ് ആഡ് ചെയ്യണം. ഡിന്നർ ഈസ് ബി കുക്ക് വിത്ത് ഫോം കുക്ക്ഡ് ബൈ ആണ്, ഹി ആണ്, അത് ഹിം ആകും. ഓക്കെ, ഡിന്നർ ഈസ് കുക്ക്ഡ് ബൈ ഹിം. ഓക്കെ നവ്യ? ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തരാം. അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. He opens the door. ഓപ്പൺസ് ആണോ? Opens. He opens. He എന്ന് പറഞ്ഞ സിംഗുലർ അല്ലേ? അപ്പൊ ഓപ്പൺസ് അല്ലേ വരാ? അതൊക്കെ നമ്മൾ എപ്പോഴോ പഠിച്ചതാണ്. He opens the door. ടെൻസ് ഏതാവെന്ന് പറഞ്ഞേ. സിമ്പിൾ പ്രസന്റ് ആണോ? മിസ് റിപ്പീറ്റ്. ഈ ഓപ്പൺ. He opens the door. നെക്സ്റ്റ് എന്തുണ്ട് സിന്ധു? He opens the door. ടെൻസ് എന്ന് പറഞ്ഞേ. റിയ പറഞ്ഞു. ഓക്കെ, ടെൻസ് എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. എന്താണ് സിന്ധു? പാസ്റ്റ് ടെൻസ് മാം. അല്ല, ടെൻസ് ഒരു നിമിഷം. He opens the door. അല്ലാണ്ട് ടെക്സ്റ്റ് ചെയ്താൽ മതി, പറയണ്ട. He opens the door എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണ്? പ്രസന്റ്. സിന്ധു ടെൻസ് ഏതാണ്? പ്രസന്റ് ടെൻസ് മിസ്. പ്രസന്റ്. പ്രസന്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂ. ഇല്ല മിസ്, ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് ഡോറ്. കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് ആണെങ്കിൽ ing വരും. ഇത് സിമ്പിൾ നിങ്ങൾക്ക് പ്രസന്റ് ആണ്. ടെൻസ് അറിയില്ല. സിമ്പിൾ പ്രസന്റ് അല്ലേ ഇത്? ആ മിസ്, പ്രസന്റ് ടെൻസ് പറഞ്ഞിട്ടറിഞ്ഞേ. അതെ, പ്രസന്റ് മനസ്സിലായില്ല. പ്രസന്റ് തന്നെ കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഓക്കെ മിസ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ടെൻസ് പഠിപ്പിച്ചേണ്ടി വരും. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഹി ഓപ്പൺസ് ദി ഡോർ. ആ സെന്റൻസിൽ ഒബ്ജക്ട് ഏതാന്ന് നോക്കാം. ഏതാണ് ഒബ്ജക്ട്? ഏതാണ്? ഹി, ബിൻഷ, അത് സബ്ജക്റ്റ് ആണ്.
ഇതിപ്പോ ഞാൻ ആദ്യമേ തന്നെ പറയണല്ലോ, കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി. എന്നിട്ടും നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഒബ്ജക്റ്റ് ഏതാണ്, സബ്ജക്ട് ഏതാന്ന് പോലും അറിയില്ല. ഹി ഓപ്പൺസ് ദി ഡോർ എന്ന് പറയുന്ന സെന്റൻസില് ഹി സബ്ജക്ട്, ഓപ്പൺ വെർബ്, ഡോർ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഹി ഓപ്പൺസ് ദി ഡോർ എന്ന് പറയുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ആ സെന്റൻസില് ഒബ്ജക്റ്റ് ഏതാണ്, ഡോർ ആണ്. ഡോർ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. റിയ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ബാക്കി ആരെങ്കിലും മിണ്ടുന്നില്ല. പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? സിംഗുലർ. സിംഗുലർ. പ്ലൂറൽ വന്നു. അഞ്ചു പ്ലൂറൽ ആണോ? അത് ഡോറ് സിംഗുലർ ആണ്, ഡോൾസ് അല്ല. ഡോർ എസ് ഉണ്ടെങ്കിൽ ഈ പ്ലൂറൽ ആണെന്ന് പറയാം. ഡോർ മാത്രമേ ഉള്ളൂ, സിംഗുലർ ആണ്. അപ്പോ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഏത് ഓക്സിലറീസ് ആ യൂസ് ചെയ്യാം? സിംഗുലർ നൗൺ ഏത് ഓക്സിലറി യൂസ് ചെയ്യാം? ഈസ്. അപ്പൊ ഒബ്ജക്റ്റും കിട്ടി, ഓക്സിലറിയും കിട്ടി. The door is. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ആണ്. നമുക്കിവിടെ ing കാര്യങ്ങളൊന്നുമില്ല, അത് മനസ്സിലാക്കാം. അപ്പോ he opens the door എന്ന് പറയുമ്പോ the door is, ഇനി എന്താ പറയണ്ടേ? V3 form. V3 form. അപ്പോ the door is opened. ഇനി by him. ആൻസർ അതാണ്. The door is opened by him എന്നാണ് വരാം. ഓക്കെ, പഠിച്ചാല് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒരു മെയിൻലി ഫസ്റ്റ് നിങ്ങൾക്കൊരു എന്താണ് പ്രോബ്ലം. അത് നമുക്ക് ഇതോടെ ക്ലിയർ ചെയ്യും. നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യും. വേറൊന്നും പറയാം, നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യും. ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി, ബാക്കി ഞാൻ ഓക്കെ. ഇനി ഇവിടെ പഠിച്ചില്ലെങ്കിൽ, ഇവിടെ ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഒരു ചാൻസ് ഒരിക്കലും കിട്ടില്ല. മാക്സിമം നിങ്ങൾക്ക് കുറച്ച് നാളെ ഉള്ളൂ കോഴ്സ് കംപ്ലീറ്റ് ആകും. ആ ടൈം കൊണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും ടെൻസ് എങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, മാക്സിമം എന്നോട് കോപ്പറേറ്റ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. ആഗ്രഹം ഉണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോപ്പറേറ്റ് ചെയ്യും. അല്ലാണ്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തവരെ എനിക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് I am eating lunch. I am eating lunch. I am eating lunch. എല്ലാവരും ടെൻസ് ചെയ്താണെന്ന് പറഞ്ഞേ. I am eating lunch. Present continuous. Present continuous. സിന്ധു പറയൂ. പ്രസന്റ് കണ്ടിന്യൂസ് മാം. ഈറ്റിംഗ് തിന്നോണ്ടുണ്ട്, കണ്ടിന്യൂ ആയിക്കൊണ്ടുണ്ട്. കറക്റ്റ്. ക്ലിയർ ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഇനി ഒന്ന് മാറ്റി. ഐ എം ഈറ്റിംഗ് ലഞ്ച്. ഒബ്ജക്റ്റ് ഏതാണ്? ലഞ്ച്. ലഞ്ച്. ലഞ്ച് ആണ്. ഓക്കെ, ലഞ്ച് ആദ്യം. ലഞ്ച് എന്ന് പറയുന്നത് സിംഗുലർ ആണോ ആണോ നോക്കാം. ഓക്കെ റിയ, ക്ലിയർ. ലഞ്ച് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. സിംഗുലർ ആണെങ്കിൽ പ്രസന്റ് ആണ്, പ്രസന്റ് ടെൻസ് ആണ്. ഏത് സിംഗുലർ ആണ്, ഏത് ഓക്സിലറി ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പൊ ലഞ്ചിന് ശേഷം ആ ഒരു ഓക്സിലറി എഴുതാം. അതിനുശേഷം എന്താണ്? ING ഉണ്ട്. ING ഉണ്ടെങ്കിൽ എന്താ വരണ്ടേ? എന്താ വരണ്ടേ ING ഉണ്ടെങ്കിൽ? ബീങ് വരണം. ഇനി ഈറ്റ്, ഈറ്റിന്റെ V3 ഫോം.
eaten. eaten. By ആരാണ്? I ആണ്. I എന്താവും? Me. ആൻസർ എല്ലാവരും എഴുതി. അല്ലെങ്കിൽ പറയാൻ പറ്റി പറയാം. സിന്ധു ആൻസർ പറയൂ. മാം ഒന്ന് മിസ്സേ, ഞാൻ ആക്ച്വലി ഒരു പണിയിലാ മിസ്സേ. എന്റെ കെട്ടിയോൻ ചോറുന്നാ വന്നിട്ടുണ്ട്. അപ്പൊ ചോറ് വിളമ്പി കൊടുക്കുന്ന തിരക്കിലായി. അതാണ് നിങ്ങളെ പറയുന്നത് കേൾക്കുന്നുണ്ട്, അത്ര തന്നെ. സോറി മിസ്സേ, Yeah, it's okay. സോറി മിസ്സേ. Okay. Lunch is being eaten by me. Okay? Correct ആണ്. Lunch is being eaten by me എന്നാണ് പറയുന്നത്. Okay? അപ്പൊ ഇതേപോലെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാൻ തോറും നമുക്ക് ക്ലിയർ ആകും. Okay? Yeah. ജെയിൻ ഇതിനിടയിൽ എവിടെയോ പോയിട്ട് വന്നു. ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, കേൾക്കുന്നുണ്ടോ ജെയിൻ ആന്റണി? ഉണ്ട് മിസ്സേ, ഇച്ചിരി പരിപാടിക്ക് പോയതായിരുന്നു. ഇച്ചിരി പരിപാടിക്ക് പോയി. മനസ്സിലായി. അപ്പോ ഒന്നും മനസ്സിലായിട്ടില്ലെന്നറിയാം. അടുത്ത ക്ലാസ്സില് ക്ലിയർ ആയിട്ട് നമുക്ക് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. കുഴപ്പമില്ല മിസ്സേ. ഓക്കെ, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കണേ, എന്നിട്ട് ഡൗട്ട് ചോദിക്കാം. നോക്കാം. ഇനി നെക്സ്റ്റ് അടുത്ത ഇവിടെ എഴുതാം. The cat is chasing a mouse. The cat is chasing a mouse. The cat is chasing a mouse. ഇനി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതി നോക്കി. ടെൻസ് എഴുതാൻ നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് എഴുതാൻ നോക്കാം. ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്തതിന് കറക്റ്റ് മനസ്സിലാവും. ടെൻസ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അതിൽ ഒബ്ജക്റ്റ് എഴുതാൻ നോക്കുക. ഫസ്റ്റ് ഒബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം ആ ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഓക്സിലറി എഴുതുക. അതിനുശേഷം അവിടെ ing ഫോം ഉണ്ടോ ഇല്ലയോ നോക്കുക. ing ഫോം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എഴുതാം. ദെൻ വെർബിന്റെ B3 ഫോം എഴുതാം. അതിനുശേഷം ബൈ ആഡ് ചെയ്യാം. പിന്നെ സബ്ജക്ട് ഏതാണോ അത് എഴുതാം. എനിക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, എന്താ പറയാ? എനിക്ക് ആൻസർ കിട്ടിയത്. പറഞ്ഞോ. Mouse is being chased by the cat. Yeah, okay. ആൻസർ ചെയ്ത എല്ലാവരും? ജെയിൻ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഓക്കെ മിസ്, ഞാൻ നോക്കാം, ഒന്നുകൂടി നോക്കാമേ. ഫസ്റ്റ് ജെയിൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസ് ദ കാറ്റ് ഈസ് ചേസിങ് എ മൗസ് എന്ന് പറയുന്ന സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് പറഞ്ഞിരിക്കെ. ദ കാറ്റ് ഈസ് ചേസിങ് എ മൗസ് ഏത് ടെൻസ് ആയിരിക്കും? ആ സെന്റൻസ് വെച്ചിട്ട് നോക്കിയേ. പ്രസന്റ് കണ്ടിന്യൂസ് ആണോ ടെൻസ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോ ആ സെന്റൻസില് ടെൻസ് മനസ്സിലായി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ടെൻസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ടെൻസ് ക്ലിയർ ആണ്. ഇനി ആ പറഞ്ഞ സെന്റൻസില് ദ കാറ്റ് ഈസ് ചേസിങ് എ മൗസ്, അതിൽ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കി. ഒബ്ജക്റ്റ് മൗസ് ആണ്.
അപ്പൊ എ മൗസ് ആദ്യം എഴുതാം. എ മൗസ് എഴുതി. എഴുതാം. അതിനുശേഷം എ മൗസ് എന്ന് പറഞ്ഞത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. സിംഗുലർ ആണ്. അപ്പൊ ഇനി ടെൻസ് ഏതായിരുന്നു? ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓക്സിലറി അവിടെ എഴുതാം. അപ്പൊ ഏത് ഓക്സിലറി വരും? ഈസ് വരും. പ്രസന്റ് ടെൻസ് ആണ്, സിംഗുലർ നൗൺ ആണ്, അപ്പൊ ഈസ് ആണ് വരുന്നത്. അപ്പൊ എ മൗസ് ഈസ് വന്നു. ഇനി ചേസിങ് ആണ്. ചേസിങ് അവിടെ ing ഉണ്ട്. അപ്പൊ ing ഉള്ളത് വേണം. ing വരണമെങ്കിൽ അവിടെ ബീയിങ് വരും അല്ലേ? അപ്പൊ ഈസിന് ശേഷം ബീയിങ് എഴുതാം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വേർഡ് ഇതാണ്, ചേസ് ആണ്. ചേസിന്റെ V3 ഫോം എഴുതാം. ചേസ്ഡ്. പിന്നെ ബൈ വേണം അല്ലെ? ബൈ. ആരാണ് ചേസ് ചെയ്യണത് അവിടെ? ക്യാറ്റ്. ക്യാറ്റ്. അപ്പൊ ലാസ്റ്റ് എഴുതാം ക്യാറ്റ്. ഇപ്പൊ മനസ്സിലായി മിസ്സേ. അപ്പൊ ing നമ്മുടെ ക്വസ്റ്റ്യനില് ing വന്നിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോ എന്ത് ചെയ്യണം? ബീയിങ് ആക്കണം എന്നല്ലേ? പിന്നെ നമ്മുടെ ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസും, മറ്റേ പ്ലൂറൽ ആണെങ്കിൽ വെയർ അല്ലെങ്കിൽ വാസ് അങ്ങനെയുള്ളതല്ലേ? അതല്ല, അതിൽ ടെൻസിനെ വെച്ചിട്ട് നോക്കണം. പ്രസന്റ് ടെൻസിലാണ് കിടക്കണമെങ്കിൽ സിംഗുലർ ആണെങ്കിൽ ഈസ്, പ്ലൂറൽ ആണെങ്കിൽ ആറ്. പിന്നെ പാസ്റ്റ് ടെൻസ് ആണ് ഞാൻ പറയുന്നെങ്കിൽ വാസും വെയർ. അപ്പൊ ടെൻസ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ആൻസർ വരാം, എ മൗസ് ഈസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ഇത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, he is fixing the car. He is fixing the car. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. He is fixing the car. He is fixing the car. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ആൻസർ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. പെട്ടെന്ന്. ഫിക്സ്ഡ് ബൈ ഹിം. ഓക്കെ, ശരിയാണോ തെറ്റാണോ? പറയാം. റിയ പറയാട്ടോ, ലാസ്റ്റ് പറയാവേ. പറയാം. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. എല്ലാവരും വിൻഷ, പറയാം റിയ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യട്ടെ. എല്ലാവരും ആൻസർ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. ഞാൻ ആൻസർ ഒന്ന് പറഞ്ഞോട്ടെ. ദ കാർ ഈസ് ബീയിങ് ഫിക്സ്ഡ് ബൈ ഹിം. ഓക്കെ, ഞാൻ കേട്ടു. ഞാൻ പറയാം കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ഞാൻ പറയാം. നവ്യ ടെക്സ്റ്റ് ചെയ്യൂ. ഔട്ട്സൈഡ് ആന്റണി, നമുക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇടണ്ട കേട്ടോ. അത് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞേക്കോ. അവിടെ ഫുൾ സ്റ്റോപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഡോട്ട് ഒന്നും വേണ്ട. അറിയാതെയായി പോകുന്നതാ. മനപ്പൂർവ്വം ഇടുന്നതല്ല, അറിയാതായി പോണതാ. മനസ്സിലായി. സ്പേസ് ഇടുമ്പോ വരുന്ന. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയല്ലോ. മനസ്സിലായോ ഇപ്പൊ എല്ലാവർക്കും? അത്രയേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാല് മനസ്സിലാവാനേ ഉള്ളൂ. ആൻസർ ദ കാർ ഈസ് ബീയിങ് ഫിക്സ്ഡ് ബൈ ഹിം ആണ്. ഓക്കെ, ദ കാർ ഈസ് ബീയിങ് ഫിക്സ്ഡ് ബൈ ഹിം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. കുറച്ചു നേരം ശ്രദ്ധിച്ചിരുന്നാലേ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. എന്തും എന്തോ നവ്യോ കേട്ടില്ല. ഈ പ്ലൂറൽ എന്ന് പറഞ്ഞില്ലേ? എന്തോ സൗണ്ട് ബ്രേക്ക് ആവുന്നു നവ്യോ, ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്ലൂറലോ
ആറോ എന്താ പറയുന്നേ? ആറോ? പ്ലൂറിലോ? എനിക്ക് മനസ്സിലാവുന്നില്ല നവ്യ. പ്ലൂറിൽ ആണെങ്കിൽ ഓക്കെ, പ്ലൂറിൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിള് മനസ്സിലായി എനിക്ക്. പ്ലൂറിൽ ആണെങ്കിൽ ഇപ്പോ he is fixing the cars എന്ന് പറഞ്ഞു. എക്സാമ്പിൾ ആണ്, he is fixing the cars. He is fixing the cars വന്നു. ഇതാണ് ആക്റ്റീവ് വോയിസ്. He is fixing the cars. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? ഒബ്ജക്റ്റ് ദി കാർസ് ആണ്. പ്ലൂറിൽ കിട്ടിയോ? കാർസ് ആണ്. കാർസ്, ഒരുപാട് കാർസ് ആണ്. പ്ലൂറിൽ അല്ലേ? അപ്പൊ നമുക്ക് ഏത് ഓക്സിലറി വേണം അവിടെ? ആൻസർ ഒന്ന് പറഞ്ഞേക്കേ. അപ്പൊ വന്നു the cars are being fixed by him. അപ്പൊ മനസ്സിലായോ? ഇങ്ങനെയാണ് ഓക്സിലറി വരാൻ. ഒബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കുക, അതിനുശേഷം ഓക്സിലറി ചെയ്യണം. ഇത് പ്ലൂറൽ ആണ്, സോ നമുക്ക് അവിടെ ആറാണ് തരാം. ഓക്കെ, കുറച്ച് ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ നോക്കിയത് സിംഗിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ഇനി അങ്ങോട്ട് നമുക്ക് ടെൻസ് എല്ലാം ക്ലിയർ ചെയ്ത് പഠിക്കും. ഓക്കെ, സോ let's find out the class. Okay, thank you all. Thank you, ma'am.